ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു, ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം കെട്ട് കയറാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത്. രാജേഷിൻ്റെ മെക്കെട്ട് കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയാ, എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ആദ്യ നായകനാണ് ഞാൻ. അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് 5 നായികമാർ കൂടി പുതിയതായിട്ട് വരികയാണ്. ഇവർ 5 പേര് കഴിവുള്ളവരാണ്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു, മ്യൂസിക് ഡയറക്ടർ മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക്, മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ്. നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവറിയാം. അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിന്റെ ക്യാമറമാൻ, രോമാഞ്ചത്തിന്റെ ക്യാമറമാണ് സനു തായർ. സനുവിന്റെ നല്ല വർക്കാണ്. സനു ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണിനെ നിങ്ങൾക്ക് അറിയാം. എന്നെയും ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CID മൂസ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ 140-150 സിനിമയൊക്കെ ആയിരുന്നു. ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോ അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട്, രാധിക ശരത്കുമാർ. മാഡത്തിന്റെ രാധി ചേച്ചിയുടെ അവിടെ ഇലക്ഷൻ നടന്നു. നാളെ ഇലക്ഷനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു. രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രമാണ്. രാമലീലന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ഇതില് റിട്ടയേർഡ് SI മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ വേദിയിൽ എന്താ പറയാ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സിനിമ 26 നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം, അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ്. കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു, ജഗപേട്ടൻ പറഞ്ഞു 7 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 7 വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം, അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സ്നേഹം, പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക്സ്. അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള റോഷൻ ചിറ്റു, അതുപോലെ എൻ്റെ സഹോദരന്മാര് അനൂപ്, സുരാജ്, പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തായ KP വ്യാസനെ വരും. കൈയടി മാറ്റിട്ട് പോകും പ്ലീസ്. ഞങ്ങൾ രണ്ടുപേരും നിക്രിട്ടുകൾ നടക്കുന്ന കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റെപ്രസെന്റേറ്റീവായിട്ട് തുടങ്ങി എഴുത്തുകാരനായി ഇന്ദ്രിയ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയ വ്യാസനാണ്. അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. താങ്ക്സ് a lot. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.